ഒരു PCOS ഫ്രണ്ട്ലി സ്മൂതി നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ റാഗി കുറുക്കിയാണ് എടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ റാഗി പൗഡറിൻ്റെ അകത്ത് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ലപോലെ സ്ലോ ഫ്ലെയിമിൽ വെച്ച് കുറുക്കിയെടുക്കുക. അതിലേക്ക് ഇതുപോലെ ചെറുപഴം അല്ലെങ്കിൽ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന നേന്ത്രപ്പഴമാണ്. അത് നമ്മൾ ഈ കുറുക്കിയ റാഗിയുടെ ഒപ്പം ഈ പഴം കൂടി ചേർത്ത് നല്ലപോലെ ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല സ്മൂത്തായിട്ടുള്ളൊരു സ്മൂതി ആയിട്ട് റെഡിയാവും. മധുരത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, കാരണം നമ്മൾ പഴം ഓൾറെഡി ആഡ് ചെയ്യുന്ന കാരണം കൊണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ നമുക്ക് സീഡ്സും നമുക്ക് ആഡ് ചെയ്യാം. ഞാൻ മോർണിംഗ് ടൈം സ്മൂതിയിൽ സീഡ്സ് കഴിക്കുന്ന കാരണം കൊണ്ട് രാത്രിയിലത്തെ ഈ സ്മൂതിയിൽ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നില്ല. നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 10 ഗ്രാം വീതം നിങ്ങൾക്ക് ഈ ഓരോ സീഡുകളും യൂസ് ചെയ്യാം. പംകിൻ സീഡ്, ഫ്ലേക്സ് സീഡ്, ചിയ സീഡ്സ്, എല്ലാ ടൈപ്പ് സീഡ്സും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് നമ്മളൊരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്രൂട്ട്സാണ് നമ്മളിതിൽ ബേസായിട്ട് യൂസ് ചെയ്യുന്നത്. ഫ്രൂട്ട്സ് ഇതിൻ്റെ ടോപ്പിങ്സ് ആയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. നമുക്ക് ഏത് ടൈപ്പ് ഫ്രൂട്ട്സ്, പപ്പയ്യ അല്ലെങ്കിൽ വാട്ടർമെലൺ, പോമിഗ്രാനറ്റ്, എന്ത് ടൈപ്പ് ഫ്രൂട്ട്സ് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഈ ഒരു ടൈമിൽ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫ്ലേക്സ് സീഡ്സോ അല്ലെങ്കിൽ ചിയ സീഡ്സോ അങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ്. അതും ടേസ്റ്റ് കൂട്ടും, എൻഹാൻസ് ചെയ്യും. ഹെൽത്ത് ബെനിഫിറ്റ്സ് അത്രത്തോളം കൂടുതലുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ നിങ്ങൾക്ക് നൈറ്റ് ടൈം സ്മൂതി അല്ലെങ്കിൽ മോർണിംഗ് ടൈം സ്മൂതി ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. PCOS ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സ്മൂതിയാണ്. ഇതുപോലെ ഹോർമോൺ ഇംബാലൻസസ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഡു ട്രൈ ഇറ്റ് ഔട്ട്. വളരെയധികം ഹെൽത്തി ആയിട്ടുള്ളൊരു സ്മൂതി റെസിപ്പിയാണ്. ഡു ട്രൈ ഇറ്റ് ഔട്ട്.